ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനോടൊപ്പം ഒരു പെർഫെക്റ്റ് കോംബോ ആയിട്ടുള്ള ഇതിൻ്റെ ചമ്മന്തിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളുടെ ഹെൽത്തി പ്രോട്ടീൻ ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ചെറുപയറും 1 കപ്പ് തന്നെ കപ്പലണ്ടിയും 1 കപ്പ് പച്ചരിയും എടുക്കുക കേട്ടോ. എല്ലാം സെയിം അളവിലെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 8 മണിക്കൂർ അതൊന്ന് കുതിർന്ന് വരാൻ വെക്കുക. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് സോക്ക് ചെയ്തിട്ടുള്ളത്, എന്നിട്ടിപ്പോൾ മോർണിംഗിലാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിനോടൊപ്പം കുറച്ച് മല്ലിയിലയും കുറച്ച് ഇഞ്ചി കൂടെ അരിഞ്ഞ് ചേർക്കുക കേട്ടോ. എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല ലൂസായിട്ട് ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് നമ്മളിപ്പോൾ അരച്ചെടുക്കുകയാണ്. ഇതിൽ മല്ലിയിലയും ഇഞ്ചിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കൂടി അരച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഫെർമെൻ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ചട്നിയും കൂടെ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടി പാൻ ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നും പിന്നെ ഒരു 4-5 വറ്റൽമുളക്, അതിൻ്റെ എരിവിന് ചമ്മന്തിയുടെ എരിവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനുള്ള മുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഒരു 3 തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറുതായി അരിഞ്ഞ തക്കാളിയാണേ. നമ്മളിതിലേക്ക് ഉള്ളി ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ചെറിയ ഉള്ളിയോ സവോളയോ ഒന്നും ചേർക്കുന്നില്ലേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 കപ്പ് തേങ്ങ ചെരുകിയതും കൂടെ ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി മല്ലിയിലയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. അപ്പോൾ നമ്മളുടെ ഈ തേങ്ങയുടെയും തക്കാളിയുടെയും ഒക്കെ ചൂട് കൊണ്ട് തന്നെ ആ ഒരു ചൂടിൽ തന്നെ ഈ മല്ലിയിലയും കൂടി നന്നായിട്ടൊന്ന് വഴഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത ഉഴുന്നും അതുപോലെ വറ്റൽമുളകും ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ ഈ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് അരച്ച് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കരികരിപ്പായിട്ട് അരച്ചെടുക്കാം. പിന്നെ അതിലേക്ക് കടുക്, അതുപോലെ തന്നെ ഉഴുന്ന്, വറ്റൽമുളക്, വേപ്പില എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇതിൻ്റെ വറവിട്ട് കൊടുക്കുക കേട്ടോ. ചമ്മന്തിയുടെ വറവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയുമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഉള്ളിയൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചമ്മന്തിയാണ്. പിന്നെ നമ്മൾ ദോശക്കല്ല് ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ തടവി കൊടുക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ദോശ ഒന്ന് ചുറ്റി നല്ല വട്ടത്തിലങ്ങ് പരത്തിയെടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സിമ്പിളായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രോട്ടീൻ ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.